അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരവും നിറഞ്ഞ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ആത്മഹത്യ ഒരു എക്സിറ്റ് അല്ല, ഇസ്ലാമിക വീക്ഷണം സമൂഹത്തിന് മാതൃകയാണെന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പല കാര്യങ്ങളും പറഞ്ഞ് ഞാൻ ഉപസംഹാരം കുറിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആത്മഹത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമാദരം നിറഞ്ഞ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ആത്മഹത്യ ഒരു എക്സിറ്റ് അല്ല, ഇസ്ലാമിക വീക്ഷണം സമൂഹത്തിന് മാതൃകയാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കാം, എന്നിട്ട് ഉപസംഹാരം കുറിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആത്മഹത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശാലമായി നീണ്ടു പരന്നു കിടക്കുന്ന ജീവിതയാത്രക്കിടയിൽ നാം നേരിടേണ്ടി വരുന്ന ഉപശബ്ദങ്ങളും പ്രേരകളും അലട്ടലുകളും മൂലം മാനസിക ദൗർബല്യം അനുഭവിക്കുമ്പോഴാണ് പലരും ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീങ്ങിക്കിട്ടിരുന്നെങ്കിൽ ആലോചിച്ച് ആത്മഹത്യ എന്ന കടുങ്കയിലേക്ക് മുതിരുന്നത്. തീർത്തും ഇതൊരു തെറ്റായ ചിന്താഗതിയാണ്. അതുകൊണ്ടല്ലേ വേനൽക്കാലത്ത് ലോണിൽ മുങ്ങിയ കർഷകരുടെ മരണവും സ്കൂൾ റിസൾട്ട് വരുന്ന സമയത്തുള്ള വിദ്യാർത്ഥികളുടെ മരണം നാം എന്നും കേൾക്കാറുള്ളത്. ലോകതലത്തിൽ തന്നെ ഇന്ത്യ ആത്മഹത്യ വർദ്ധിക്കുന്ന വിഷയത്തിൽ കേളികേട്ട രാജാവാണ്. ഇതിന് പിന്നിലുള്ള പ്രേരക ശക്തികളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അറിഞ്ഞ വാർത്ത തികച്ചും ഖേദകരമായ വാർത്ത തന്നെയാണ്. നിരന്തരമായുള്ള രക്ഷിതാക്കളുടെ സമ്മർദ്ദവും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പരാജയവും ആത്മഹത്യയിലേക്ക് വഴിയൊരുക്കുന്നു. ലോണിൽ പാടുപെടുന്ന കർഷകർക്ക് സർക്കാർ കൈത്താങ്ങാതിരിക്കുമ്പോഴാണ് കർഷകരുടെ ആത്മഹത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമികമായി പറയുകയാണെങ്കിൽ ശരീരത്തിന്റെ ഒരൽപ്പം പോലും പോറലേൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അത് തീർത്തും തെറ്റായ ചിന്താഗതിയും കൂടിയാണ്. ക്ഷമ എന്ന ഇസ്ലാം നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അതിനു വേണ്ടി തന്നെയാണ്. അസ്സബ്റു നിഫ്സുൽ ഈമാൻ, ക്ഷമ എന്നുള്ളത് ഈമാനിന്റെ പകുതി കൂടിയാണ്. ഒരിക്കൽ ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്തിന് വേണ്ടി മയ്യിദ്സ്കാരത്തിന് വേണ്ടി ഇമാം നിൽക്കുന്ന സമയത്ത് ഹബീബ് മരണം കാരണം തിരക്കുകയുണ്ടായി. മരണകാരണം ആത്മഹത്യ എന്നറിഞ്ഞപ്പോൾ ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. അത്രയും ഗൗരവമേറിയ വിഷയമാണ് ആത്മഹത്യ എന്നുള്ളത്. ഇത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഈയിടെ കണ്ണൂർ ജില്ലയിലെ എഡിഎമ്മിന്റെ ആത്മഹത്യ മരണം കേരളത്തിലുടനീളം ചർച്ചാ വിഷയമായ കാര്യം കൂടിയാണ്. അതിന്റെ പിന്നിലുള്ള ഇത് ഡിപ്രഷൻ കൂടിയാണ്. അത്തരം സാഹചര്യത്തിൽ ക്ഷമ എന്ന ആത്മനിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ അതുണ്ടാകുമായിരുന്നില്ല. ഇഹലോകത്ത് ഒരുവന്റെ മരണം ആത്മഹത്യയാണെങ്കിൽ മരണമില്ലാത്ത പരലോകത്ത് അവനക്കുള്ള ശിക്ഷ അവൻ എങ്ങനെയാണോ ഇഹലോകത്ത് ആത്മഹത്യ ചെയ്തത് അതുപോലെ അവൻ ഖിയാമത്ത് നാൾ വരെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് പടച്ച റബ്ബ് തന്ന ജീവൻ അവന് മാത്രമേ എടുക്കാൻ അവകാശമുള്ളൂ, അതിന് മറ്റാർക്കും അർഹതയില്ല. ഇത്രയും സാഹചര്യം സന്ദർഭത്തെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു എന്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. വിഷയം തിരുനബി മനുഷ്യ ജീവിതത്തിന്റെ എൻസൈക്ലോപീഡിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എനിക്ക് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ എൻസൈക്ലോപീഡിയ എന്നതിനെ കുറിച്ച് രണ്ട് വാക്കുകൾ ഞാൻ പറയാം.
ഒരു മനുഷ്യന്റെ ധാർമ്മികമായ ഉന്നമനത്തിനുള്ള ഏക വിജയ മന്ത്രാലയം അതിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. പഠിച്ചാൽ തീരാത്തത്രയും ആഴമുള്ള മഹാസമുദ്രമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. വൈജ്ഞാനിക രംഗത്ത് വിജ്ഞാനത്തിന്റെ വിത്തുകൾ ലോകത്തെമ്പാടും വിതറിക്കൊടുക്കുകയും അറിവും അനുരാഗവും അവിടുത്തെ അനുജർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരിലൂടെ ഒരു പ്രകാശ ഗോപുരമായ അവിടുത്തെ വൈജ്ഞാന രീതികളിൽ നമ്മളിലേക്ക് എത്തുകയുണ്ടായി. അല്ലാഹു തആല ഓരോ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി ഓരോ ദൂതരെ നിയമിച്ചു. കാരണം ജീവിത ലക്ഷ്യം എന്താണ്, ജീവിതം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി അവർ മുഖേന ദൂതർ മുഖേന അല്ലാഹു തആല ഞങ്ങളിലേക്ക് പഠിപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യന്റെ ജനം മുതൽ ആശയവിനിമയം ഉൾപ്പെടെയുള്ള ഓരോന്നും പഠിക്കുന്നത് അനുരാഗത്തിലൂടെയാണ്. ലോകത്തുള്ള ഓരോ പുസ്തകങ്ങളും തൂലിക ചലനം ചെയ്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കും. പ്രവാചകന്റെ വചികളാണ് സൂഫികൾ എപ്പോഴും പിന്തുടരുന്നത്. വ്യത്യസ്ത ആത്മജ്ഞാനങ്ങളും അവരുടെ വ്യത്യസ്ത രീതികളും ഇസ്ലാം ലോകം മാതൃകയാകുമ്പോൾ അವೆല്ലാം ഉത്ഭവിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ കൈവഴിയിലൂടെയാകുന്നു. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണ് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഒരു മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വാനോളം പറക്കണമെങ്കിൽ അറിവെന്നുള്ളത് നിർബന്ധമായ ഘടകമാകുന്നു. സമൂഹത്തോട് ഏത് നിലക്ക് പെരുമാറണം, എങ്ങനെ പെരുമാറണം എന്ന് ഇസ്ലാം അതിസൂക്ഷ്മമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തോട് പഠിപ്പിക്കണമെന്ന് ഇസ്ലാം അതിസൂക്ഷ്മമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം കവിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം തെറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ മുത്തഅലിം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അമേരിക്ക വലവിരിക്കുന്നു, ഇസ്രായേൽ കൊന്നു തീർക്കുന്നു. അമേരിക്ക ഫലസ്തീനെതിരെ അമേരിക്ക ഏറ്റവും അധികം ശക്തിപ്പെടുത്തുന്നത് അവിടുത്തെ പോലീസാണ്. അവരുടെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീൻ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുകയും ചെയ്യുന്നു. ഓരോ ദിവസവും 41,000 അധികം ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ഗസയിലെ തെക്കൻ സൈനികനായ ഒരാൾ പ്രവേശിച്ച ഹമാസ് സൈനികന് 1200 പേരെ വധിക്കുകയും 250ഓളം പേരെ വധികളാക്കി ഗസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതോടെ ഹമാസിനെതിരെ യുദ്ധത്തിലാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രഖ്യാപിക്കുകയും ഗസയിലേക്ക് വ്യോമാക്രമണം നടത്തി ഉത്തരവിട്ടുകയും ചെയ്തു. ഗസയുടെ ഉടനീളം അവർ ഉപരോധിക്കുകയും കീസിൽ കൊണ്ടുവരികയും ചെയ്തു. 10 ലക്ഷത്തിലധികം പേർ താമസിക്കുന്ന ഗസ നഗരത്തിൽ നിന്ന് തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകാൻ ഫലസ്തീനികൾക്ക് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് അന്നു തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF ഗസയിലേക്കുള്ള സൈനിക നീക്കം ആരംഭിക്കുകയും ചെയ്തു. പേജർ ഉപയോഗിച്ച് ഗസയെ ആക്രമിക്കുകയും കുറെ പേർ മരണപ്പെടുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ് ഇവന്റെ പ്രസംഗം അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിഷയം കോടതി വിധികളെ മറികടക്കുന്ന ബുൾഡോസർ രാഷ്ട്രീയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജീവിതം എന്നുള്ളത് ഒരു മനോഹരമായ സന്തോഷമാണ്. സന്തോഷവും ദുഃഖവും കൂടിക്കലരുമ്പോൾ ഉണ്ടാകുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം. എങ്ങനെ ജീവിക്കണം, എവിടെ ജീവിക്കണം എന്നൊക്കെ ഇസ്ലാം മതം അതിസൂക്ഷ്മമായി പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ തന്റെ അപരനോടുള്ള പെരുമാറ്റ രീതികളും പ്രവർത്തനങ്ങളും അവൻ അറിഞ്ഞിരിക്കണം.
മരുമണൽ ഭൂമി പോലും അനുഗ്രഹിക്കുന്ന ലോകത്തിന്റെ നേതാവായ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തെ കുറിച്ച് ധാരാളം അറിവുകൾ തന്റെ ഉമ്മത്തീങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതം എന്നുള്ളത് ഒരു നിസാരമായ കാര്യമാണെന്ന് പുതുതലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. തന്റെ ജീവിതം ഒരു നിലക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് വരുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് കുതിക്കുന്നത്. പുതുതലമുറ ജീവിതത്തെ ഒരു കളിപ്പാട്ടയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തെ അഭിമുഖീകരിക്കുന്നത് പോലെ ദുഃഖത്തെയും അഭിമുഖീകരിക്കാൻ ഇസ്ലാം മതം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്നെന്റെ കാലഘട്ടത്തിൽ ദുഃഖത്തോടുള്ള അഭിമുഖീകരണം അത് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. ധാർമ്മികതയുടെ പാദം മറന്നുകൊണ്ട് അധാർമികതയുടെ പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹത്തോട് ഏത് നിലക്ക് പെരുമാറണമെന്ന് പോലും ഇസ്ലാം മതം അക്ഷരാർത്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് പുതിയ വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്ക് വീഴുന്നത്. ജീവിതത്തെ ഒരു ആസ്വാദന മാത്രമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മളിൽ ഒളിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെയും ഭാര്യമക്കളെയും കുടുംബക്കാരെയും മറന്നുകൊണ്ടുള്ള ആത്മഹത്യയിലേക്കുള്ള കളി ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അത് തെറ്റ് തന്നെയാണ്. പുതിയ ജീവിത രീതികളും സാമൂഹിക മാധ്യമങ്ങളും സിനിമകളും യുവത്വത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആത്മഹത്യയിലേക്കുള്ള പ്രേരണയാണ്. വഴിതെറ്റി സഞ്ചരിക്കുന്ന കുട്ടികളും കൗമാരക്കാരും തന്റെ രക്ഷിതാക്കളെ അലട്ടുന്ന വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതുതലമുറ സന്തോഷമായ ജീവിതത്തെ ഒരു അവസാന ചവിട്ടുപടിയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് വാസ്തവം. പക്ഷേ അത് ഒരിക്കലും ശരിയല്ല. ഇഹലോകവും പരലോകവും എന്നിങ്ങനെ രണ്ട് ലോകമുണ്ടെന്ന് ഇസ്ലാം മതം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ആത്മഹത്യ എന്നുള്ളത് അത് തെറ്റ് തന്നെയാണ്. വരും തലമുറ ജീവിത മൂല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷകരമായ ജീവിതത്തെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഭാഷണത്തെ ഞാൻ നിർത്തുന്നു. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.